ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന ഡിസിഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തായാലും പിണങ്ങിയിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയ്ക്ക് തൃപ്തരല്ല. അതിൻ്റെ കാരണം അവർ നിങ്ങൾക്ക് തരുന്നതിൻ്റെ 3 ഇരട്ടി സ്നേഹമാണ് അവർക്ക് നിങ്ങൾ തിരികെ കൊടുക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായിട്ട് പോകുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹം അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നുമില്ല, എന്നാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങളോട് പറയുന്നുമില്ല. അത് എന്തായാലും അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ്. കാരണം അവർ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അവരെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വന്ന് അവരുടെ നിരപരാധിത്വം തുറന്നു പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണോ നിങ്ങളോട് പറയാനുള്ളത് അത് നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂട്ടണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. വളരെ വിശ്വസ്തമായിട്ട് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ഈ ഒരു റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ട് പോകാനോ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതൊരു പക്ഷേ പെട്ടെന്ന് വന്ന എന്തെങ്കിലും കാര്യമാവാനാണ് സാധ്യത. ഒരുപക്ഷെ നിങ്ങളുടെ പ്രണയം വീട്ടിലറിഞ്ഞിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എന്തായാലും ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയം ഇവിടെ എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ്. അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് വീണ്ടും പ്രണയത്തിലാവുക, അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നത് തന്നെയാണ്. ഇവിടെ വെറുതെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡിൻ്റെ അർത്ഥം അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ ആരംഭിക്കുക എന്നുള്ളതാണ്. അവിടെ ഓവർ ഫ്ലോ ഓഫ് ലവ് എന്നാണ് കിട്ടുന്നത്. അതായത് അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള സ്നേഹം ഒരുപാട് ഉണ്ടായിട്ട് അത് നിറഞ്ഞു ഒഴുകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് അവരുടെ തീരുമാനം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്തെങ്കിലും കഴിവുകളുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിവുകളുള്ള ഒരാളായിരിക്കാം, കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തെളിയിച്ചിട്ടുണ്ടായിരിക്കാം. കൂടാതെ നിങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുൾ, ഒരു ഹാൻസം ആയിരിക്കാം. അതാണ് നിങ്ങളിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്.